ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാക്ക് എന്നോട് പലരും പറയാറുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ മെലിഞ്ഞു എന്നുള്ളതാണ്. എനിക്കത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ അത്രയ്ക്കും ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു 8 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ 1.5 മാസം കൊണ്ട് ഒരു 8 കിലോ വെയിറ്റ് എനിക്ക് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇത്രയും നാളും അങ്ങനെ എൻ്റെ വെയിറ്റ് കുറയ്ക്കണം എന്നൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്തുണ്ടായ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം എന്നോട് ഡോക്ടർ അഡ്വൈസ് ചെയ്തതിൻ്റെ പുറത്ത് മാത്രമാണ് ഞാൻ ഈ വെയിറ്റ് കുറച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഈ ഒക്ടോബർ 6-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് നോക്കുമ്പോൾ എനിക്ക് 103 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ നോക്കിയപ്പോൾ അത് 95 എത്തിയിട്ടുണ്ട്. വീണ്ടും അതിനേക്കാളും കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, പട്ടിണി കിടന്നിട്ടാണോ മെലിയുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഒരു കാരണവശാലും പട്ടിണി കിടന്നിട്ടല്ല ഞാൻ മെലിയുന്നത്. അങ്ങനെ പട്ടിണി കിടന്നാൽ മെലിയുന്ന ഒരു ശരീരപ്രകൃതി അല്ല എൻ്റെത്. ഞാൻ എൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു ഫുഡിൻ്റെ പാറ്റേൺ എല്ലാം മാറ്റി ഭയങ്കര കെയർഫുള്ളായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെയാണ് കുറച്ചൊക്കെ ഒന്ന് മെലിഞ്ഞത്. അപ്പം ഇനി കുറച്ചും കൂടെ എനിക്ക് വെയിറ്റ് കുറയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ജേണിയിലാണ് ഞാനുള്ളത്. എന്തായാലും ഒരു 4-5 മാസത്തിനുള്ളിൽ ഞാൻ എൻ്റെ ആ ഒരു ലക്ഷ്യത്തിലെത്തും എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇനി എത്ര നാളിങ്ങനെ കൺട്രോൾ ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. മനുഷ്യനല്ലേ, കൊതിയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാതിരിക്കത്തില്ലോ. അപ്പോൾ ഈ ഒരു വെയിറ്റ് ലോസിൽ എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്ത ഒരു ഡയറ്റ് എന്ന് പറയുന്നത് ഓവർനൈറ്റ് ഓട്സ് ആണ് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും ഓവർനൈറ്റ് ഓട്സ് എന്ന് പറയുന്നത്. പക്ഷേ ഞാനത് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. എന്നാന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഈ ഓവർനൈറ്റ് ഓട്സ് ട്രൈ ചെയ്തപ്പം എനിക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. കാരണം ആ ഓട്സിൻ്റെ ഒരു പച്ചച്ചോവയൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇനി എന്നാ ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോൾ അതിനകത്തൊരു 1-2 ചെറിയ ഡിഫറൻസ് ഒക്കെ വരുത്തിയപ്പോഴത്തേക്കിന് എനിക്കിപ്പോൾ ആ ഒരു സാധനം ഓക്കെയാണ്. എൻ്റെ മിക്ക ദിവസങ്ങളിലെയും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓവർനൈറ്റ് ഓട്സ് തന്നെയാണ്. എല്ലാ ദിവസവും കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മടുക്കുമായിരിക്കും കേട്ടോ. എന്നാലും ഞാനിപ്പോൾ മിക്ക ദിവസം എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട ദിവസങ്ങളിൽ ഉറപ്പായിട്ട് ഞാൻ അതാണ് കൊണ്ടുപോകാറുള്ളത്. പോകുമ്പം അത് എടുത്തുകൊണ്ട് പോകാറാണ് പതിവ്. എന്നിട്ട് അവിടെ ചെന്ന് ആ ഒരു ഫ്രീ ടൈമിൽ കഴിക്കും. അപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആകും. അതുകൊണ്ടാണ് കേട്ടോ എന്നെ പോലെ വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെയുള്ള അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പട്ടിണി കിടന്ന് ഒരിക്കലും നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ പാടില്ല. ഒന്നെങ്കിൽ നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഒന്ന് ഡയറ്റൊക്കെ ഒന്ന് ഫോളോ ചെയ്ത്, എത്ര ഡയറ്റ് ഫോളോ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ എക്സസൈസും കൂടെ ചെയ്തിട്ട് നമ്മുടെ വെയിറ്റ് ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ അത് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ ജിമ്മിലൊക്കെ പോകാൻ സത്യത്തിൽ മടിയാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെയിറ്റ് കുറയ്ക്കുന്നതിന് എന്നെ ഹെൽപ്പ് ചെയ്ത ഓവർനൈറ്റ് ഓട്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. കപ്പയും ചക്കയും പുട്ടും ദോശയും ഇഡലിയൊക്കെ കഴിച്ചു വളർന്ന നമുക്ക് എന്നാ ഓവർനൈറ്റ് ഓട്സ് അടി കൊച്ചെന്നൊന്നും വിചാരിച്ചേക്കല്ലോ കേട്ടോ. ഇത് സംഭവം അടിപൊളിയാണ്. അതുമല്ല നമ്മൾ നമ്മുടെ ഹെൽത്തൊക്കെ ഒന്ന് നോക്കേണ്ട പ്രായമായി എന്ന് എനിക്കും തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതിലേക്കൊക്കെ പതുക്കെ ഒന്ന് മാറിയത്. ഇതൊക്കെ കഴിച്ച് ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കപ്പയും ചക്കയൊക്കെ കഴിക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ഇപ്പം ഞാനിതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓവർനൈറ്റ് ഓട്സിൽ ആ ഓട്സിൻ്റെ പച്ചച്ചവ ഇഷ്ടമല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഞാനതൊരു ഓട്സ് പാനിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കി എടുക്കാറുണ്ട് കേട്ടോ. അതാണ് ഞാൻ ആദ്യം വരുത്തിയ ചേഞ്ച് എന്ന് പറയുന്നത്. ഓട്സ് ഒന്ന് ചൂടാക്കി എടുക്കും. അത് വറുത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്യാൻ പോവാണ്. കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കമ്പൽസറി ആയിട്ടുള്ള സാധനമൊന്നുമല്ല. കമ്പൽസറി ആയിട്ടുള്ള സാധനം എന്താ അടുത്ത് വരുന്നതാണ് ചിയാ സീഡ്. ഇതും ഓട്സുമാണ് നമുക്ക് ഈ ഓവർനൈറ്റ് ഓട്സിനകത്ത് മെയിനായിട്ട് വേണ്ടത്. ബാക്കിയൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഉണക്കമുന്തിരി ഇരുന്നു, അതിട്ടു. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആഡംബരം ഒട്ടും കുറയ്ക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു 2-3 ഈന്തപ്പഴവും കൂടെ എടുത്ത് അതും അങ്ങോട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കേണ്ട. ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ചേർക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ആ ഒരു കഴിക്കുന്ന ആളിൻ്റെ ഹെൽത്ത് അനുസരിച്ച്, ഇപ്പോൾ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഇരട്ടി പണിയാവത്തേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. പിന്നെ രണ്ടാമതായിട്ട് ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കുമ്പം വരുത്തിയൊരു ചേഞ്ചാണ് ഇതുപോലെ നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് മാത്രമേ ഇതിലോട്ട് പാലൊഴിക്കത്തുള്ളൂ കേട്ടോ. കാരണം ഇതിനകത്തെ ചിയാ സീഡെല്ലാം കൂടെ കുതിർന്ന് കഴിയുമ്പോൾ ഒരു കട്ട കെട്ടിയ പോലെ ഇരിക്കും നമ്മൾ ഇളക്കാതെ പാലൊഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടൊക്കെ പാലൊഴിക്കുകയാണെങ്കിൽ അതെല്ലായിടത്തും നന്നായിട്ട് മിക്സായി കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് പാലൊഴിക്കുക. അതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് രാത്രിയിൽ ഫ്രിഡ്ജിൽ വെക്കുക. രാവിലെ എടുത്തിട്ട് ഒരു ശകലം പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കുതിർന്ന് നല്ല സെറ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് നന്നായിട്ട് കുതിർന്ന് നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. ആ ചിയാ സീഡൊക്കെ കണ്ട നല്ല കുതിർന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. നിർബന്ധമുള്ള ഒരു കാര്യമല്ല. എൻ്റെ കയ്യിൽ കിവി ഇരുന്നത് കൊണ്ട് ഞാൻ കിവി കട്ട് ചെയ്ത് ചേർക്കുകയാണ്. ഞാൻ പലപ്പോഴും പഴം ചേർക്കാറുണ്ട്, അല്ലെങ്കിൽ ആപ്പിൾ ചേർക്കാറുണ്ട്, പിന്നെ കിവി ചേർക്കാറുണ്ട്.
ഇത് മൂന്നുമാണ് ഞാൻ മാറി മാറി ട്രൈ ചെയ്യുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. കാരണം എൻ്റെ മിക്ക ദിവസത്തെയും ബ്രേക്ക്ഫാസ്റ്റ് ഓവർനൈറ്റ് ഓട്സ് ആണ് ഇപ്പോൾ. അപ്പോൾ ഇത് എന്നും കഴിക്കുമ്പോൾ നമുക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഇതിനകത്ത് ചേർക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് മാറ്റി മാറ്റി ഇടാറുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ചേർക്കുന്ന ഫ്രൂട്ട്സും മാറ്റി മാറ്റി ഇടാറുണ്ട്. അപ്പോൾ നമുക്കതങ്ങനെ മടുക്കത്തില്ല, എന്നും ഒരേ സാധനം തന്നെ കഴിക്കുന്നു എന്നുള്ളൊരു ഫീൽ വരത്തില്ല. ഈ ഫ്രൂട്ട്സ് മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറുന്നതുകൊണ്ട് നമുക്കത് മടുക്കത്തില്ല. അപ്പോൾ ഇതിനകത്ത് ചേർക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നതും പാലിൻ്റെ അളവും ഈ ഫ്രൂട്ട്സും നമുക്ക് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു ഓട്സും ചിയ സീഡ്സും ആണ് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഫ്രൂട്ട്സ് അതിനകത്തോട്ട് ഇട്ടിട്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തേനും ഷുഗറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തേനൊക്കെ അവോയ്ഡ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് പാലും കൂടെ ചേർത്ത് അതൊന്ന് ലൂസാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ഒഴിച്ചാണ് നിങ്ങൾ ഇത് കുതിരാൻ രാത്രിയിൽ വെച്ചതെങ്കിൽ നമുക്ക് രാവിലെ ഇതിനകത്തോട്ട് ഇച്ചിരി പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് സ്റ്റൗവിൽ വെക്കുകയോ കുക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.